പശ്ചിമേഷ്യൻ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നു എന്നതാണ് അമേരിക്കയുള്ള നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. നേരത്തെ തന്നെ സംശയിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ വാക്കാലുള്ള ചില ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നതുമാണ്. ഒടുവിൽ സൈനിക ശക്തി അവിടെ അമേരിക്ക നടത്തുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഇനി അങ്ങോട്ടേക്ക് എന്ത് എന്ന ചോദ്യം ഉയരുകയാണ്. ഇറാന്റെ തിരിച്ചടിയടക്കമുള്ള സംഘർഷ സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട്. ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ പതുങ്ങുന്നു എന്ന് തോന്നലുള്ളപ്പോഴാണ് അമേരിക്കയും കൂടി ഈ കക്ഷിയിൽ ചേരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നിലവിലെ സാഹചര്യം എന്താണ്? സജിത്ത്, ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നതാണ് ഇത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നു. ഇതുവരെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പക്ഷത്ത് അമേരിക്ക കൂടി ചേരുകയും അമേരിക്ക ഏറ്റവും മാരകമായ ബോംബറുകൾ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ഇറാനിലെ 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ, അത് ഫോർദോ, നദാൻസ്, എസ്ഫാൻ, ഈ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ഏറ്റവും മാരക ശേഷിയുള്ള ബോംബുകൾ വർഷിച്ചിരിക്കുന്നത്. GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ബോംബ് ഭൂമിക്കടിയിലേക്ക് തുളഞ്ഞു കയറി ചെന്ന് ഈ ഭൂഗർഭ അറകളിലൊക്കെയുള്ള സാധനങ്ങൾ നശിപ്പിക്കാൻ ശേഷിയുള്ള 15 ടണ്ണോളം ഭാരം വരുന്ന ബോംബാണ്. ഇത് ഇസ്രായേലിന്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഏതെങ്കിലും ബോംബ് ഉപയോഗിച്ചുകൊണ്ടോ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഈ ഇറാന്റെ ഈ ആണവ പദ്ധതികൾ തകർക്കാൻ കഴിയുമായിരുന്നില്ല, ഈ ആണവ നിലയങ്ങൾ തകർക്കുവാൻ കഴിയുമായിരുന്നില്ല. അതിനാണ് അമേരിക്കയുടെ സഹായം തേടിയത്. നേരത്തെ തന്നെ അമേരിക്കയുടെ ഈ ബോംബ് വഹിക്കുന്ന B-2 സ്റ്റെത്ത് ബോംബർ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് അത് ഗുഹാം ദ്വീപിലേക്ക് എത്തിയിരുന്നു. അത് വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും പസഫിക് മേഖലയിലെ ഗുഹാം ദ്വീപിലേക്ക് അമേരിക്കയുടെ ഈ യുദ്ധവിമാനങ്ങൾ വന്നത്, ആ വിമാനങ്ങളുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്, ഈ ബോംബുകൾ ഇവിടെ വർഷിക്കുക എന്നതുമാണ്. ഏത് സമയവും അത് ഉണ്ടാവാം എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, 2 ആഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കും, ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇടപെടണോ വേണ്ടേ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. അതിനുശേഷം പക്ഷേ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളും UN അടക്കം അത്തരമൊരു ഇടപെടലിന് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അത് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നുള്ളത്. അന്റോണിയോ ഗുട്ടറസ് തന്നെ ഇതിൽ കക്ഷികളായിരുന്നവർ സമാധാനം പാലിക്കാൻ തയ്യാറാവണം. ആണവ വികരണം ഉണ്ടായാൽ അത് ഒരു സ്ഥലത്തേക്ക് മാത്രമായിരിക്കില്ല, ആ മേഖലയാകെ കൂടി ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഒരു ലോക യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതിൽ സംയമനം പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരമൊരു സംയമനമോ അത്തരമൊരു ഇടപെടലോ ഒന്നുമല്ല അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അമേരിക്ക അതിശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിന് വേണ്ടി ഇടപെട്ടിരിക്കുന്നു. ഇറാനിലെ 3 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇന്നലെ രാത്രി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത് വീഡിയോ സന്ദേശത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലൂടെയും ഇത് സ്ഥിരീകരിച്ചിരുന്നു. ഞങ്ങളുടെ വിമാനങ്ങൾ സുരക്ഷിതമായി ഇറാന്റെ വ്യോമപരിധി കടന്ന് മടങ്ങിയെത്തി എന്നതും ഇവരെ അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ആ ബോംബ് മാത്രമല്ല, മറ്റു ചില ബോംബുകൾ കൂടി ഉപയോഗിച്ചു എന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫോക്സ് ന്യൂസ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ആണവ നിലയത്തിലേക്ക് US അന്തർവാഹിനികളിൽ നിന്നുള്ള മിസൈലുകളും ഉപയോഗിച്ചെന്നാണ് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നദാൻസ്, ഇസ്ഫാൻ നിലയങ്ങൾക്കു നേരെയാണ് ടോമാഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചത്. ടോമാഹോക്ക് മിസൈലുകൾ താഴ്ന്നു പറക്കുന്നത് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറന്ന് ഈ ലക്ഷ്യസ്ഥാനം കാണാൻ കഴിയുന്ന മിസൈലുകളാണ്. ദീർഘദൂരം സഞ്ചരിച്ച് കരയിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിച്ച് തകർക്കാൻ ശേഷിയുള്ള സബ്സോണിക് ക്രൂസ് മിസൈലാണിത്. ഫോർദോ നിലയവും ആക്രമിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന GBU-47 ബി മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് MOAB ബോംബുകൾ 6 എണ്ണം പ്രയോഗിച്ചതായും ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട വിഷയം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്ന പ്രതികരണമാണ്. ഇറാൻ ഈ വിഷയത്തിൽ സാധാരണ ഇറാന്റെ ഇത്തരം പ്രതികരണങ്ങളൊക്കെ പ്രത്യാക്രമണം എന്നുള്ള വാക്ക്, പ്രതിരോധവും പ്രത്യാക്രമണം എന്നുള്ള വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ രാജ്യാന്തര സഹായം അല്ലെങ്കിൽ രാജ്യാന്തര കോടതിയിലേക്ക് പരാതിയുമായി പോവും. ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആണവ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നില്ല. ഇറാന്റെ ആണവ പദ്ധതികൾക്കു നേരെ നടത്തിയ ആക്രമണം അത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ്, അതിനെതിരെ പരാതിയുമായി പോകും എന്നുള്ള വാർത്താക്കുറിപ്പാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാക്രമണം എന്നുള്ളൊരു വാക്ക് വന്നിട്ടില്ല എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇനി എന്തിന്റെ സൂചനയാണ് എന്നറിയാൻ കഴിയില്ല. തൽക്കാലം എന്തായാലും ഇറാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നത് ഒരു തരത്തിൽ ആശ്വാസകരമാണ്. ശരി, കിരണിലേക്ക് മടങ്ങി വരാം. ഇതിനിടയിൽ പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ തിരിച്ചടി ആരംഭിച്ചു എന്ന വാർത്തകൾ കൂടിയാണ് വരുന്നത്. ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ തൊടുത്തു എന്ന പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും ജനങ്ങൾക്ക് അലർട്ട് കൊടുത്തുകൊണ്ട് സൈറൻ മുഴങ്ങുകയാണ് ഇസ്രയേൽ വീണ്ടും എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. മറ്റൊരു വിവരം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അമേരിക്കയുടെ ഈ നീക്കത്തിൽ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫോർദോ ന്യൂക്ലിയർ കേന്ദ്രം പൂർണ്ണമായും തകർക്കപ്പെട്ടു ഈ B-2 ബോംബറുകളുടെ ആക്രമണത്തിൽ, അമേരിക്കയുടെ നീക്കത്തിൽ എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. MG മിഥുൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ,
എങ്ങനെ ഈ ആക്രമണം നടന്നു എന്ന ചോദ്യമാണ്. കാരണം അമേരിക്കയുടെ പങ്കാളിത്തം കൂടി ഉണ്ടാകുമ്പോൾ കൂടുതൽ സൈനിക സഹകരണം ഉണ്ടായി ഇറാനെതിരായ ശക്തമായ പ്രഹരശേഷി തിരിച്ചടിക്കുക, ഇതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ യുദ്ധതന്ത്രം എന്തായിരുന്നു? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സജിത്ത്, അതായത് തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം B-2 ബോംബർ വിമാനം, ഒപ്പം തന്നെ GBU-57 ബോംബുകൾ, ആ ബോംബുകൾ ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിൽ ഫോർദോ പോലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെടാൻ സാധിക്കൂ. കാരണം അത്രത്തോളം ഭൂഗർഭ അറയിൽ ഇരിക്കുന്ന ഈ ആണവ കേന്ദ്രം, ഈ മലനിരകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രം തകർക്കണമെങ്കിൽ ഇത്രയും വലിയ ബോംബറുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അതിന് സാധ്യമാവുകയും ചെയ്യൂ. ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ കൈവശം മാത്രമേ ഇത്തരത്തിലുള്ള ബോംബുകൾ ഉള്ളൂ എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ കൈവശം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ തുടക്കം മുതൽ തന്നെ അമേരിക്കയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം, അല്ലെങ്കിൽ ഈ ബോംബ് സംവിധാനങ്ങൾ തങ്ങൾക്ക് നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനുകൂല മറുപടി ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നു. 2 ആഴ്ച കൂടി സമയം നൽകുന്നു ഇറാന്. ഒരുപക്ഷെ ആ സമയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാൻ ഒരുപക്ഷെ കീഴടങ്ങാൻ തയ്യാറായാൽ പിന്നീട് മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു നേരത്തെ വൈറ്റ് ഹൗസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് നമ്മൾ കണ്ടത്. ഇറാനിലേക്ക് 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് ഫോർദോ ആണവ കേന്ദ്രം തന്നെയാണ്. അതായത് കോമോ മലയിടുക്കുകളിൽ ഏകദേശം ടെഹ്റാനിൽ നിന്ന് ഏകദേശം 96 കിലോമീറ്റർ അകലെയാണ് മലനിരകളുള്ള പ്രദേശത്താണ് ഈ ഒരു ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇത്രയും വലിയൊരു അറ്റാക്ക് യുഎസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഇതാണ് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ബോംബർ പോർവിമാനം, ഒപ്പം തന്നെ GBU-57 എന്ന ബോംബും ഇത് തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിൽ കൂടി നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഇത് US രൂപപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യകാലങ്ങളിലൊക്കെ തന്നെ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി, ഗൾഫ് കൺട്രീസിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ആലോചന യുഎസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അന്ന് GBU സീരീസുകൾ ആദ്യം തുടക്കമിടുന്നു. ആദ്യം GBU സീരീസിൻ്റെ GBU-28 എന്ന മോഡലായിരുന്നു ആദ്യം വികസിപ്പിച്ചത്. ആദ്യം അത് കരാർ നൽകിയത് ബോയിങ്ങിനായിരുന്നു. ബോയിങ് അത് പിന്നീട് ടെക്സാസിലെ ഒരു കെമിക്കൽ കമ്പനിയുമായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ബോംബർ സംവിധാനം അത് രൂപകൽപ്പന ചെയ്യുകയും അത് പിന്നീട് അമേരിക്കയ്ക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഏകദേശം 2.5 മീറ്റർ മാത്രം താഴേക്ക് മാത്രം പോയി അത് തകർക്കപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ബോംബർ സംവിധാനം മാത്രമായിരുന്നു തുടക്കത്തിൽ അമേരിക്ക വികസിപ്പിക്കാനായത്. കാരണം അത്രത്തോളം കൂടുതൽ പ്രഹരശേഷിയൊന്നും തന്നെ ഇതിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അത്രയും കൂടുതൽ ചെലവ് വരുന്നൊരു സംവിധാനം എങ്കിൽ പോലും തന്നെ കൂടുതൽ ഏത് സ്ഥലത്തേക്കാണോ നമ്മളിത് തൊടുത്തുവിടുന്നത് അവിടെ എത്തുമ്പോൾ കൂടുതൽ ഹാനികരമാകുന്ന രീതി, അല്ലെങ്കിൽ അത്രത്തോളം തകർക്കപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ബോംബർ സംവിധാനം അല്ലായിരുന്നു ആദ്യം രൂപകൽപ്പന ചെയ്ത് അമേരിക്ക കൈമാറിയത്. പിന്നീട് അത് BLU-109 എന്ന രീതിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോംബർ സംവിധാനം എടുക്കുന്നു. അത് 20 ഫീറ്റ് വരെ, അതായത് ഏകദേശം 6 മീറ്റർ താഴ്ചയിലേക്ക് വരെ പോയി തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു ഉണ്ടായത്. പക്ഷേ അതും അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ആണവ നിലയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഗർഭ അറയിൽ ഉള്ള ഏതെങ്കിലും കേന്ദ്രങ്ങൾ തകർക്കണമെങ്കിലോ അതൊന്നും തന്നെ ഇത് പര്യാപ്തമാകാത്തതിനെ തുടർന്നാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ദൂരത്തേക്ക് പോയി കുഴിച്ചു പോയി അത് ഡ്രിൽ ചെയ്ത് പോയി ഈ കേന്ദ്രങ്ങൾ തകർക്കപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സംവിധാനം വേണമെന്നുള്ള ആവശ്യം യുഎസ് മുന്നോട്ട് വയ്ക്കുകയും അതിനനുസരിച്ചുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജിയാണ് പിന്നീട് GBU-57 എന്ന രീതിയിൽ പിന്നീട് വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത്. അതാണ് ഇതിൻ്റെ ഒരു ശേഷി എന്ന് പറയുന്നത് 30,000 പൗണ്ടാണ്. അതായത് ഏകദേശം 13,608 കിലോഗ്രാമാണ് ഈ ഒരു ബോംബിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം കൂടിയ ബോംബ് എന്ന ഒരു പ്രത്യേകതയും ഈ ഒരു ബോംബിനുണ്ട് എന്നുള്ളതാണ്, GBU-57 ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് വഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എയർക്രാഫ്റ്റും വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് B-2 ബോംബർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ് രൂപകൽപ്പന ചെയ്യപ്പെടുകയും അതിൽ 2 പൈലറ്റുമാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരേ സമയം ഒരു ബോംബ് മാത്രമായിരിക്കും, GBU-57 മാത്രമായിരിക്കും ആ വിമാനത്തിന് വഹിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആണ് അതിൻ്റെ ഒരു ഘടന രൂപപ്പെടുത്തിയത്. അതായത് നമ്മൾ ഒരാൾ നിന്നാൽ, ഒരാൾപ്പൊക്കം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരം കൂടിയത് ഒരു പക്ഷേ 6 അടിക്ക് മുകളിലായിരിക്കാം. അത്രത്തോളം
ഒരു 5 പേർ ചേർന്ന് നിന്നാൽ മാത്രം ഇതിൻ്റെ ഒരു ഉയരം കണക്കാക്കാൻ പറ്റും. അത്ര 5 പേർ പൊക്കമുള്ള അത്രയും ഉയരം ഈ ഒരു ബോംബിനുണ്ട് എന്നുള്ളതാണ്. 20 feet 5 inches 6.2 meter നീളം ഇത്തരത്തിൽ ഇതിനുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്, ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. അതായത് ഈ B2 ബോംബർ വിമാനത്തിൽ ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് അത് GPS ഉപയോഗിച്ചുകൊണ്ട് ഏതാണോ സ്ഥാനം അവിടേക്ക് അത് വർഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അതിൻ്റെ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ എത്രത്തോളം വലിയ നാശം അത് സംഭവിക്കുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിലൂടെ വ്യക്തമാകും. അതായത് ഇതാണൊരു ഭൂമിയുടെ ഉപരിതലമായി നമുക്ക് കണക്കാക്കാം. അതിന് മുകളിലൊരു കെട്ടിടം, ഇവിടെ നിന്ന് ഈ ബോംബ് ഇവിടെ പതിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം 60 മീറ്ററോളം താഴേക്ക് പോകുമെന്നുള്ളതാണ്. ഏകദേശം 200 അടി വരെ താഴ്ചയിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് ഇത് വന്ന് പതിക്കുന്ന എവിടെയാണോ അവിടെ നിന്ന് ഇതിൻ്റെ അഗ്രഭാഗം ലേസർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുനയുള്ള ഭാഗം അത് തുരന്ന് ഡ്രിൽ ചെയ്ത് അകത്തേക്ക് പോകും. എവിടെയാണോ ലക്ഷ്യമുള്ളത് ഏകദേശം 60 മീറ്ററോളം താഴേക്ക് എത്തിയതിനു ശേഷം അത് ബ്ലാസ്റ്റ് ചെയ്യുകയും ആ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നശിപ്പിക്കാനും പൂർണ്ണമായി നശിപ്പിക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ GBU-57 തയ്യാറാക്കുകയും ചെയ്ത് ആ ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫോർദോ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആണവ കേന്ദ്രം ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തകർത്തു എന്ന രീതിയിലുള്ളൊരു വാദം അമേരിക്ക നടത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇത്തരത്തിൽ ഫോർദോ ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മലയിടുക്കിലേക്ക് ആൾവാസമില്ലാത്ത ജനവാസ മേഖലയിൽ നിന്ന് കൂടുതൽ ദൂരത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുള്ള ഒരു ആണവ നിലയം കൂടിയാണ് ഈ ഫോർദോ എന്ന് പറയുന്നത്. ഇടുക്കുകൾക്ക് നടുവിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഏകദേശം 90 മീറ്ററോളം താഴ്ചയിലാണ് ഈ ഒരു ആണവ കേന്ദ്രം ഉള്ളത് എന്നുള്ളതാണ്. അതായത് അപ്പോൾ എത്രത്തോളം B2 വിമാനങ്ങൾ ഉപയോഗിച്ചു എന്നുകൂടി കണക്കുകൾ കൂടി വരേണ്ടതായിട്ടുണ്ട്. കാരണം വൈകിട്ട് 5:30 ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പെൻറ്റഗൺ പുറത്തുവിടുമെന്നാണ് ഔദ്യോഗികമായി അമേരിക്ക അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ അമേരിക്കയുടെ കൈവശം B2 വിമാനങ്ങളുടെ എണ്ണം 20 എണ്ണമാണ്. ഈ 20 എണ്ണത്തിൽ എത്ര പോർ വിമാനങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 60 മീറ്റർ വരെയാണ് GBU-57 പരമാവധി ശേഷി, അതായത് താഴേക്ക് കുഴിച്ചു പോകാൻ കഴിയുന്നത്. 90 മീറ്ററാണ് ഇത്തരത്തിൽ ഫോർദോ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന 90 മീറ്റർ താഴ്ചയിലാണ്. അങ്ങനെയെങ്കിൽ രണ്ട് GBU-57 ബങ്കർ ബ്രസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആണവ നിലയം തകർത്തിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കിയിരിക്കുന്നു. മറ്റ് നിലയങ്ങളുടെ കാര്യം നോക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ താഴ്ചയിലല്ല, വലിയ രീതിയിൽ ഇത്രയും വലിയ ബോംബ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കപ്പെടേണ്ട ഒരു സാഹചര്യം മറ്റ് ഇടങ്ങളിൽ കാണുന്നത്. നദാൻസ് ആകട്ടെ മറ്റിടങ്ങളിലാകട്ടെ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നേരത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അത് ഭാഗികമായി തകർന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും ഫോർദോ അത് തകർക്കപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. അതാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്.